കൂടാതെ പുതിയ കോളേജുകൾക്ക് അനുമതി നൽകാൻ പാടില്ലെന്ന് സർക്കാരിനും സർവകലാശാലകൾക്കും കോടതി നിർദ്ദേശം നൽകി. എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് അനുമതി നിഷേധിച്ചതിനെതിരെ ചില കോളേജുകൾ നൽകിയ ഹർജി പരിഗണിക്കുകയാണ് വിദഗ്ധ കമ്മിറ്റി രൂപീകരിച്ച് കോളേജുകളുടെ നിലവാരം പരിശോധിക്കുവാൻ ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകിയത്. വിവിധ സർവകലാശാലകൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന 100ഓളം സർക്കാർ എയ്ഡഡ് സ്വാശ്രയ കോളേജുകളിൽ പരിശോധന നടത്തിയ കമ്മിറ്റി ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് ചെയ്തത്. സംസ്ഥാന സർക്കാർ IHRDയുടെ കീഴിൽ പുതുതായി തുടങ്ങിയ മൂന്നാർ, തൃക്കരിപ്പൂർ, കരുനാഗപ്പള്ളി, ആറ്റിങ്ങൽ, ചേർത്തല, കൊട്ടാരക്കര എഞ്ചിനീയറിംഗ് കോളേജുകൾ തീരെ നിലവാരം കുറഞ്ഞവയാണെന്ന് കോടതി കണ്ടെത്തി. കൊച്ചി സർവകലാശാലയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മിക്ക കോളേജുകളും ശരാശരി നിലവാരം പോലും പുലർത്താത്തവയാണെന്ന് ഉത്തരവിൽ പറയുന്നു. കോഴിക്കോട് സർവകലാശാലയ്ക്ക് കീഴിലുള്ള 8 കോളേജുകളിൽ 40% താഴെ മാത്രമാണ് കഴിഞ്ഞ 3 വർഷത്തെ വിജയം. സാരാഭായ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ 2008, 2009, 2010 എന്നീ വർഷങ്ങളിൽ 16.59, 2.35, 22.36 എന്നീ രീതിയിലാണ് വിജയ ശതമാനം. MG കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ഇത് യഥാക്രമം 19.2%, 20.42%, 17.84% എന്നിങ്ങനെയാണ്. വടകര കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കഴിഞ്ഞ 3 വർഷത്തെ വിജയ ശതമാനം യഥാക്രമം 19.6, 17, 27.8 എന്നിങ്ങനെയാണ്. TKM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, മൗണ്ട് സിയോൺ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എന്നിവയിൽ 30% താഴെ മാത്രമാണ് വിജയ നിലവാരം. റാന്നി കാർമൽ കോളേജിൽ 4 മുതൽ 39% വരെ മാത്രമേ കുട്ടികൾ വിജയിച്ചിട്ടുള്ളൂ. പത്തനംതിട്ട മുസലിയാർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ 5 വിഷയങ്ങൾക്ക് സ്ഥിരമായി 11 മുതൽ 31% വരെ മാത്രമേ കുട്ടികൾ വിജയിക്കാറുള്ളൂ. നോർത്ത് പറവൂർ മാതാ കോളേജ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ടെക്നോളജിയിൽ 4 വിഷയങ്ങൾക്ക് 6 മുതൽ 33% വരെ മാത്രമേ കുട്ടികൾ വിജയിക്കുന്നുള്ളൂ. കേരള സർവകലാശാലയ്ക്ക് കീഴിലുള്ള 11 കോളേജുകളിൽ വിജയം 40% താഴെ മാത്രമേ ഉള്ളൂ. ശാസ്താംകോട്ടയിലുള്ള ബെസേലിയോസ് മാത്യൂസ് കോളേജ്, കൊല്ലം കടക്കിലുള്ള ഷാഹുൽ ഹമീദ് മെമ്മോറിയൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, വെഞ്ഞാറമൂടുള്ള മുസ്ലിം അസോസിയേഷൻ ഓഫ് കോളേജ് എന്നിവയിൽ 30% താഴെ മാത്രമേ വിജയ ശതമാനമുള്ളൂ. കൊല്ലത്തുള്ള യൂനസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, ട്രാവൻകൂർ എഞ്ചിനീയറിംഗ് കോളേജ്, പാലിയോടുള്ള മേരി മാതാ കോളേജ്, തിരുവനന്തപുരത്തുള്ള PA അസീസ് കോളേജ്, പുന്നപ്രയിലുള്ള കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എന്നിവയും മോശം റിസൾട്ടാണ് നൽകുന്നത്. 80% കുട്ടികളും തോൽക്കുന്ന ഈ കോളേജുകൾ എത്രയും വേഗം അടച്ചുപൂട്ടുന്നതാണ് നല്ലതെന്നും അല്ലാത്തപക്ഷം താനെ പൂട്ടിക്കൊള്ളുമെന്നും കോടതിയുടെ ഉത്തരവിൽ പറയുന്നു. കണ്ണൂർ സർവകലാശാലയുടെ കീഴിലുള്ള കോളേജുകൾ മാത്രമാണ് നിലവാരം പുലർത്തുന്നതെന്ന് കോടതി വിലയിരുത്തി. പുതിയ കോളേജുകൾക്ക് അംഗീകാരം നൽകുമ്പോൾ നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിക്കുന്നവയ്ക്ക് മാത്രമേ അംഗീകാരം നൽകാവൂ എന്നും സർക്കാരിനും സർവകലാശാലകൾക്കും AICTEക്കും കോടതി നിർദ്ദേശം നൽകി. ജസ്റ്റിസുമാരായ CN രാമചന്ദ്രൻ നായർ, ബാബു മാത്യു P. ജോസ് എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. അമൃത ന്യൂസ്, കൊച്ചി.